ഇന്ന് നമ്മൾ തെരുവത്തക്കടവ് പൂരം തുടങ്ങിയിട്ട് 6ാമത്തെ ദിവസമാട്ടോ. അങ്ങോട്ടേക്കാണ് പോകുന്നത്. കുറേ ദിവസമായി പോണം എന്ന് വിചാരിക്കുന്ന അല്ലാണ്ട് ഞങ്ങൾക്ക് പോവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും കൂടി ഇറങ്ങിയതാണ്. ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ശീവേലി എഴുന്നള്ളത്തിന്റെ സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിയത്. ഈ ഒരു ശീവേലി എഴുന്നള്ളത്തിന് 3 ആനകളുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഞാനും അമ്മയും കൂടി ചുമ്മാ ഇങ്ങോട്ടേക്ക് നടക്കുമ്പോഴാട്ടോ എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ബിഷിദേശിനെ കണ്ടത്. ഇന്ന് ഒരുപാട് വരവ് വരുന്നതുകൊണ്ട് ഞങ്ങൾ കുറേ സമയം കഴിഞ്ഞിട്ട് പോവാന്നാട്ടോ വിചാരിച്ചത്. ശരിക്കും ഈ പ്രാവശ്യത്തെ ഈ ഒരു യന്ത്രോഞ്ഞാല് കാണുന്ന സമയത്ത് ഭയങ്കര വലിയതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളൊരു കോളിഫ്ലവർ ഒക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നേ. കുറച്ചും കൂടി സമയം കഴിയുമ്പോഴത്തേക്കും നമ്മളെ ടീമിൽ കുറച്ചുകൂടി ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഫിദയും ആതിരേച്ചിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ചേരം സംസാരിച്ചൊക്കെ നിൽക്കുമ്പോഴത്തേക്കും വരവ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോ ദേശക്കാരെ വരവും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എന്ത് രസമാണെന്നറിയോ. അത് മാത്രമല്ല കേട്ടോ, ഓരോ സമയം കഴിയുന്തോറും തിരക്ക് കൂടി വരിക എന്നല്ലാതെ ഒട്ടും കുറയുന്നില്ല കേട്ടോ. അത്രമാത്രം ജനങ്ങളുണ്ടായിരുന്നു അവിടെ. എല്ലാ കൊല്ലവും ഇവിടെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ, നല്ല തിരക്കൊക്കെ ഉണ്ടാവാറുണ്ട്. ഓരോ വരവിൻ്റെ കൂടെ നല്ല അടിപൊളി പരിപാടി തന്നെയാണ് കേട്ടോ ഉള്ളത്. എല്ലാ കൊല്ലമുള്ള വരവും നല്ല അടിപൊളി വരവ് തന്നെയാണ് കേട്ടോ. ഈ പ്രാവശ്യവും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എല്ലാ പരിപാടിയും കാണാൻ. കുറേ സമയമൊക്കെ നമ്മളിങ്ങനെ ഇത്രയും തിക്കും തിരക്കിൻ്റെ ഇടയിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ കുറച്ച് ദൂരോട്ട് മാറി നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതേപോലെ പല ദേശത്തു നിന്നും വരുന്ന വരവുകളും കാര്യങ്ങളൊന്നും ഞങ്ങളെ നാട്ടിലില്ല കേട്ടോ. അങ്ങനത്തെ ഒരു ഉത്സവം ഞാനും അമ്മയും അച്ഛനും മാത്രമായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ചേച്ചിയും കിച്ചുവും മക്കളും ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും റൈഡിലൊന്നും കയറാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ നിന്നപ്പോൾ നല്ലപോലെ ക്ഷീണം പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിചാരിച്ച് പോവാന്ന്. ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് കുറേ വരവൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ബേക്കറിയൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ.